നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇതാണോ ബോംബ് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നനഞ്ഞ പടക്കമായി പോയല്ലോ. ഇതാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ആരാധകരുടെ ഒരു ചിന്താഗതി. കാരണം ഇതാ ചൊവ്വാഴ്ച 150 മില്യൻ്റെ ഒരു ഓഫർ കക്ക ക്രിസ്ത്യാനോ ലെവലിലുള്ള ഒരു താരത്തിന് കൊടുക്കാൻ പോകുന്നു. ഗലാറ്റിക്കോ ലെവൽ സൈനിങ് ആയിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എലക്ഷൻ ജയിക്കാൻ വേണ്ടി പെരസ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ. ആ പ്രഖ്യാപനത്തെ തുടർന്ന് ചൊവ്വാഴ്ച കൊടുത്ത ഓഫർ ഹുലിൻ അൽവാരസിന് കൊടുത്ത 150 മില്യൺ യൂറോയുടെ ഓഫർ അത്ലറ്റിക്കോ മാഡ്രിഡ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ വാഗ്ദാനം പാലിച്ചു. എന്തെങ്കിലും നടന്നോ? ഇല്ല. അത്ലറ്റിക്കോ മാഡ്രിഡിന് എന്ത് ഗുണമുണ്ടായി? ഉണ്ടായല്ലോ. ഇനിയിപ്പോൾ ഹുലിൻ അൽവാരസിന് ഏതെങ്കിലും ഒരു ക്ലബ്ബ് പൈസ കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ 150 മില്യൻ്റെ മേലെ കൊടുക്കണം. പണി കിട്ടിയത് ബാഴ്സക്കാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ബാഴ്സക്ക് ഹുലിൻ അൽവാരസിൽ താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറഞ്ഞൊരു ബിഡ് വെച്ചാൽ നടക്കില്ല. അങ്ങനെ ആക്കി ഇപ്പോൾ കാര്യങ്ങൾ. ഏതായാലും റയൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ ഒരു ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. റയൽ മാഡ്രിഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് CF അനൗൺസസ് ദാറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിന് ശേഷം 150 മില്യൺ യൂറോയുടെ ഒരു ഓഫർ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം ഹുലിൻ അൽവാരസിനായിട്ട് വെക്കുകയുണ്ടായി. 150 മില്യൺ യൂറോയുടെ ഒരു ബിഡ്. ആ ബിഡ് പഠിച്ച് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡ് നമ്മളോട് ഈ ഒരു ഓഫർ കൊടുത്തതിന് നന്ദി പറഞ്ഞു. എന്നിട്ട് വിത്തിൻ ഫ്രെയിംവർക്ക് ഓഫ് ദി ഗുഡ് റിലേഷൻസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ബോത്ത് ക്ലബ്സ്, ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള നല്ല ബന്ധം നിലനിൽക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓഫർ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. റെഫറിങ് ടു ദി പ്ലെയേഴ്സ് റിലീസ് ക്ലോസ്, പ്ലെയറുടെ റിലീസ് ക്ലോസ് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഇത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ബിഡ് വെച്ചത് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇലക്ഷൻ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു, അപ്പോൾ ആ പരിപാടി നടത്തി എന്ന് വെക്കണമല്ലോ. അതിനുവേണ്ടി ചെയ്താണ്. ഏതായാലും ഇനിയിപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനേക്കാൾ പൈസ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ കൗണ്ടർ ഓഫർ റയൽ കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ്. റിലീസ് ക്ലോസ് എന്ന് പറയുമ്പോൾ 500 മില്യൺ യൂറോ എങ്കിലും വേണം അദ്ദേഹത്തെ ഹുലിൻ അൽവാരസിനെ വിട്ടുകിട്ടാൻ. അപ്പോൾ അത് നടക്കില്ല എന്ന തരത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ മറ്റു താരങ്ങൾക്കായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് റയൽ കടന്നേക്കും. ഏതായാലും ഹുലിൻ അൽവാരസിനായിട്ട് ഒഫീഷ്യൽ ബിഡ് വെച്ചു, റിജക്റ്റും ചെയ്തു. ശുഭം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.